ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. മക്കളെ എന്തൊക്കെയുണ്ട്? അടിപൊളിയല്ലേ? നമുക്ക് ഇനി NMMSലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉഷാറായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഓരോ സെക്ഷൻസ് കിടിലമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഏത് സെക്ഷനാണെന്ന് അറിയുന്നതിന് മുമ്പേ പെട്ടെന്ന് ലൈക്ക് ബട്ടൺ അടിച്ചേ. കാര്യം ഒരുപാട് പേര് വീഡിയോസിന് കിട്ടുന്ന ലൈക്കും അതുപോലെ തന്നെ താഴെ കമന്റ് സെക്ഷനിൽ കിട്ടുന്ന നല്ല കിടിലം ഫീഡ്ബാക്ക് ഒക്കെ കേട്ട് കണ്ട് ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ ഓരോ ക്ലാസ് തരുന്ന. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്ത് തരുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് അടിക്കാതെയും അതുപോലെ കമന്റ് ചെയ്യാതെയും പോകരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ലൈക്ക് അടിക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം? എണ്ണ എന്ന് പറഞ്ഞാൽ 1 2 3 4 എണ്ണ അങ്ങനെ എണ്ണാനല്ല പറഞ്ഞ്, ത്രികോണങ്ങൾ എണ്ണ. എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ട്രയാങ്കിൾ എത്ര ത്രികോണങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ സാധാരണഗതിയിൽ ഇത് എങ്ങനെയാ കാണാം? സാധാരണഗതിയിൽ കാണല് സിമ്പിളാണ്. ഇതൊരു ത്രികോണമാണെങ്കിൽ ആ ത്രികോണം സിമ്പിൾ. ഒരു ക്ലാസ് ഒരു എക്സാം ഹാളിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ കുട്ടി എന്താ ചെയ്യുക? 1 2 3 4 5 6 7 8 ഇങ്ങനെയൊക്കെ കൂട്ടി ഒന്ന് വെക്കേണ്ടി വരും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം കളയും, ഒരുപാട് സമയം പോകും എന്നുള്ളതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതുപോലൊരു ചിത്രം, അതായത് ഒരു സ്ക്വയർ തന്നിട്ട് ആ സ്ക്വയറിൻ്റെ ഡയഗണൽസ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ, എത്ര ത്രികോണങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് നമ്പർ ഇട്ടാൽ മതി. 1 2 3 4 4 ട്രയാങ്കിൾ അല്ല, 4 നമ്പറാണ് ആ 4 ട്രയാങ്കിൾസിൻ്റെ ഉള്ളിൽ ഇട്ടതെങ്കിൽ അതിൻ്റെ ഡബിൾ എടുക്കാൻ മറക്കല്ലേ. 4 × 2 8. ഇതേ നമ്മുടെ ഉത്തരം. ഏത് പൊളി? ഒരേ പൊളി 8. കമന്റ് ചെയ്യും. ഒരേ പൊളി കമന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു സാധനം നമ്പർ ഇടുക, എന്നിട്ട് ഡബിൾ എടുക്കുക. ഡബിൾ എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് വിളിക്കുക. പക്ഷെ അടുത്ത ചോദ്യം അതുപോലെ ചെയ്ത് നോക്കാം നമുക്ക്. 1 2 3 4 5 6 7 8. 8 നമ്പർ ഞാൻ അവിടെ ഇട്ടു. ആ 8 നമ്പർ ഞാൻ അവിടെ ഇട്ടെങ്കിൽ 8നെ എന്തുകൊണ്ട് ഗുണിക്കണം? ഒരേ പൊളി 2 കൊണ്ട് ഗുണിക്കാൻ മറക്കല്ലേ. അപ്പോൾ 8 2 ഗുണിച്ചാൽ 16. അപ്പോൾ ടോട്ടൽ ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദർ? അവിടെ 16 ത്രികോണങ്ങൾ ഉണ്ടെന്നാണ് പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ അടുത്ത ട്രയാങ്കിൾ നേരത്തെ പോലെ തന്നെ ചെയ്തൊരു കുട്ടിയാണെങ്കിൽ നേരത്തെ ചെയ്യുന്ന അതേ മോഡൽ ഈ കുട്ടി ഈ ചോദ്യത്തിലും ചെയ്യും. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എന്താണെന്നല്ലേ? ശ്രദ്ധിച്ചിരിക്കുക. ഇതിലെ ട്രയാങ്കിൾസിൻ്റെ എണ്ണം കാണുമ്പോൾ പല കുട്ടികളും തെറ്റിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനമാണ് ഒരേ പൊളി. ഈ ഒരു സാധനത്തിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ സാധാരണഗതിയിൽ ചെയ്യുന്ന പോലെ ചെയ്യുക. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ് ട്വിസ്റ്റ്? കാണിച്ചു തരാം. നേരത്തെ പോലെ നമ്പർ ഇട്ടു 3 4. അപ്പുറത്ത് അതുപോലെ നമ്പർ ഉണ്ട് 5 6 7 8. എത്ര നമ്പർ? 8 നമ്പർ. എന്നിട്ട് 8ന്റെ ഡബിൾ എടുക്കണം. 8 × 2 എത്രയാ? 16. അപ്പോൾ ഓപ്ഷൻ എ തന്നെ ഉണ്ടാവും 16. ചാടി കയറിയ കർപ്പിക്കും ചെയ്യും, ഉത്തരം തെറ്റും ചെയ്യും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് നമ്പർ ഇടുക, ഡബിൾ ഇടുക. ഈ ഒരു ടൈപ്പ് ആണെങ്കിൽ, ഒരു സ്ക്വയർ തന്നിട്ട് ഡയഗണൽ ടൈപ്പ് ആണെങ്കിൽ നമ്പർ ഇടുക, ഡബിൾ എടുക്കുക. സംഭവം ശരിയാണ്. പക്ഷെ ഇവിടെ എക്സ്ട്രാ 2 ട്രയാങ്കിൾ കൂടെ വരുന്നുണ്ട്. 16 ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബിയോ സിയോ ഡിയോ ഒക്കെ ആയിരിക്കും ശരി. ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഏതാണ് ഉത്തരം ചോദിച്ചാൽ 16 അല്ല. ഈ 16ന്റെ കൂടെ കാണിച്ചാൽ എത്ര ജംഗ്ഷൻ ഉണ്ട് നോക്ക്. ഞാൻ ഈ പച്ച കളറിൽ കൊടുക്കുന്ന വലിയൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ അല്ലേ? ഇവിടെ പക്ഷെ അതില്ലായിരുന്നു. പക്ഷെ ഇവിടെ എന്തുണ്ട്? ആ ട്രയാങ്കിൾ ഉണ്ട്. അതായത് ഇതുപോലൊരു സാധനം തല കുത്തനെ നിൽക്കുന്നത് കണ്ടോ? അപ്പം 2 ട്രയാങ്കിൾ ഇതിനോട് കൂട്ടണം. നമ്മുടെ ഉത്തരം 18. സാറേ എങ്ങനെയാണ് നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുക? അത് ചില കുട്ടികൾക്ക് സംശയം ഉണ്ടാവും. മക്കളെ, ഈ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എത്ര ജംഗ്ഷൻസ് ഉണ്ട് നോക്കിയാൽ മതി. എത്ര ജംഗ്ഷൻസ് ഉണ്ട്? ജംഗ്ഷൻസ് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ഇപ്പോൾ നമ്മൾ റോഡിൻ്റെ ജംഗ്ഷൻ എവിടെയാണ്? ഒരുപാട് റോഡുകൾ കൂടിച്ചേരുന്ന സ്ഥലം. അതുകൊണ്ട് ഒരുപാട് വരകൾ കൂടിച്ചേരുന്ന സ്ഥലം വട്ടം വരച്ചായി. അപ്പം വേഗം കിട്ടും. നമുക്ക് കണ്ടോ, ഇവിടെ കുറേ വരകൾ കൂടിച്ചേരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതൊരു ജംഗ്ഷനായിട്ട് എടുക്കാം. അപ്പോൾ ഇതും താഴത്തും അതുപോലെ ജംഗ്ഷൻ എടുക്കാം. അപ്പോൾ എത്ര ജംഗ്ഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ 2 ജംഗ്ഷൻ. ആ 2 ജംഗ്ഷൻ അങ്ങോട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ ആൻസർ 18 ആണ്. ആ 2 ജംഗ്ഷൻ എന്തുകൊണ്ട് എടുത്തു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആ ഒരു ത്രികോണത്തിൻ്റെ ഒരു മൂല എവിടെയാണ്? ആ ജംഗ്ഷനിലാണ്. അതാ പഠിക്കേണ്ടത്. അപ്പോൾ കേട്ടോ, ഈ ഒരു ത്രികോണത്തിൻ്റെ ഈ ഒരു മൂല എവിടെയാണ്? ആ ഒരു ട്രയാങ്കിളാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജംഗ്ഷൻസിൻ്റെ എണ്ണം എണ്ണിക്കഴിഞ്ഞാൽ ഒരേ പൊളി സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? കാര്യമൊക്കെ ശരിയാണ്. ഒരു സ്ക്വയറിൻ്റെ ഡയഗണലാണ്. 3 ചിത്രമുണ്ട്. പക്ഷെ ഇവിടെ എല്ലാ നമ്പർ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഡബിൾ എടുക്കണം. ഇതൊക്കെ നമ്പർ ഇടാം. 1 2 3 4 5 6 7 8 അങ്ങനെ നമ്പർ ഇടാം. എന്നിട്ട് ഡബിൾ എടുക്കുക.
ഡബിൾ എടുത്താൽ മാത്രം മതിയോ? പോരാ. എത്ര ജംഗ്ഷൻസ് ഉണ്ട് നോക്കിയാ? ഇവിടെ 2 ഉണ്ട്, ഇവിടെയുണ്ട് കേട്ടോ. അപ്പൊ ടോട്ടൽ 4 ജംഗ്ഷൻ, അതായത് 4 ട്രയാങ്കിൾ. ആ ജംഗ്ഷന്റെ അവിടെയൊക്കെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കണ്ടോ? അതുപോലെ തന്നെ ഇവിടെയും കണ്ടോ? അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പൊ ഇതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ലൈക്ക് അടിച്ചിട്ട് ഫീഡ്ബാക്കിന് കൂടെ ഇടാം. വെറുതെ ആൻസർ മാത്രം ഒരിക്കലും നിങ്ങൾ കമന്റ് ആയിട്ട് ഇടരുത്. കാര്യം നിങ്ങളുടെ ഫീഡ്ബാക്ക് കണ്ടിട്ടാണ് ഞങ്ങൾ വീണ്ടും ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോൾ താഴെ അടിപൊളിയായിട്ട് ലൈക്ക് അടിച്ചിട്ട് ഇതിന്റെ കമന്റ് ആൻസർ ആയിട്ട് ഇടുകയും വേണം, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഇടുകയും വേണം. നമുക്ക് വീണ്ടും അടിപൊളിയായിട്ട് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ BJR സൈനിങ് ഓഫ്. ബൈ.